നിന്റെ വീട്ടിൽ കാറ്. മുതലാളി അമ്മയൊക്കെ വന്നിട്ടുണ്ട്. എന്തോന്ന് മുതലാളി അകത്തുണ്ടോ? ഞാനിതാ പോണം. ഇത്ര പേടിക്കുന്നത്? മതിലുണ്ടെങ്കിൽ ചാടി ഓടാമായിരുന്നു. മീനു, അവർക്ക് വല്ലതും തിന്നാൻ കൊടുത്തോ? ഒന്നുമില്ലേട്ടാ, നാരങ്ങ മെഞ്ഞോണ്ടിരിക്കുക. അവരാ നീ അവരോട്ട് സംസാരിച്ചോണ്ടിരിക്കേ. ഞാൻ കടയിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ ബിരിയാണി മതി. അതിന്റെ നിക്കാഹിന് വാങ്ങാം. ദാഹിച്ച പച്ചവെള്ളം കൊടുത്തു പോരുത്. ഞാൻ വരുന്നവരെ പിന്നെ സംസാരിക്കാം. ഇങ്ങോട്ട് പോരാ. അവന്റെ അച്ഛന്റെ അനിയനുണ്ട് പാലക്കാട്ട്, വരാനെഴുതാം. അതെ വന്നു. വന്നിട്ട് ഒരുപാട് നേരം വന്നിരുന്ന് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ. എനിക്കാ ഏറ്റവും സന്തോഷം. ചക്കാത്തിന് വേണുവിന്റെ വയലിൻ കേൾക്കാലോ. മുത്തശ്ശിയോടെ കണ്ടു, പരിചയപ്പെട്ടു. ഇത് നിങ്ങളുടെ സ്വന്തം വീടല്ലേ? സ്വന്തം പോലെയാണ്, വാടകയാണ്. പക്ഷെ എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്നതേ ഈ വീട്ടിലേക്കാ. ഞങ്ങൾക്കൊരു മോളേ ഉള്ളൂ. അങ്ങോട്ട് വന്നിട്ടില്ലാന്നേ ഉള്ളൂ. വിവരങ്ങളൊക്കെ അറിയാം. ഞാനങ്ങോട്ട് ഇറങ്ങാറില്ല. അമ്മ എപ്പോഴും പൂജാമുറിയിലാണ്. ഓ, വീട്ടിൽ വേലക്കാരുള്ളവർക്കൊക്കെ അത് സാധിക്കും. ഇവിടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരം വേണ്ടേ? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടാ. കാലത്ത് തന്നെ 3-4 കൂട്ടം പലഹാരമാ. ഒരാൾക്ക് ദോശ, ഒരാൾക്ക് ഇഡ്ഡലി, ഒരാൾക്ക് പൂരി, ഒരാൾക്ക് മുട്ട ആംപ്ലേറ്റും ഇടിയപ്പം. ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ? എന്താ നോക്കുന്നത്? ആ കുഞ്ഞിനെ ഇട്ട് നീ വിഷമിപ്പിക്കരുത്. ഇതൊക്കെ ഒഴിവാക്കാനാണ് മുൻകൂട്ടി അറിയിക്കാതെ. ഇതൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നതാ. ഒന്ന് നീക്കാട്ടെ ചേച്ചി. നമസ്കാരം. നമസ്തേ. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. ഞാൻ തകരപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ, ഊട്ടി ഗേറ്റ് ഇന്റർനാഷണൽ റിസപ്ഷനിസ്റ്റാ. ഇത് ഇസ്മായിൽ. ഞാൻ സ്മൈലി. ഐ ആം സോൾ ഓഫ് കേരള. ഇത് മിസ്റ്റർ കുട്ടി, ആർട്ടിസ്റ്റാ. മുഴുവൻ പേര് NN കുട്ടി. പണ്ട് നന്നാവാൻ വേണ്ടി നാടുവിട്ട കുട്ടിയാ. ഇപ്പൊ നശിച്ച് നാറാണക്കല്ലായ കുട്ടിയായി. അതാണ് NN കുട്ടി. വേണു പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഈ വീടൊന്ന് മാറണം അല്ലേ? അതെ. മോടെ ഒരു വീട് ഫർണിഷ് ചെയ്തിട്ടുണ്ട്. അമ്മയോട് ചോദിച്ചിട്ട് നല്ല സമയം നോക്കി അങ്ങോട്ട് മാറുക. മാറാം. മുത്തശ്ശി ഉറങ്ങാണോ അതോ സ്വപ്നം കാണുകയാണോ? ഇവിടെ നടന്ന സ്വപ്നം വല്ലതും മുത്തശ്ശി ഉറക്കത്തിൽ കണ്ടോ? അവരെല്ലാം പോയോ? പോയി. എന്നാലും നീ എന്നോട് ഇക്കാര്യം പറഞ്ഞില്ലല്ലോ. അയ്യോ, കണ്ണു നിറയുന്നോ? സന്തോഷം കൊണ്ടാണോ അതോ സങ്കടം കൊണ്ടാണോ? പോടാ പോടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ മോനെ നിനക്ക് രാജയോഗമാണെന്ന്? എന്റെ മുത്തശ്ശി, എന്റെ യോഗമൊക്കെ മുത്തശ്ശിയുടെ അനുഗ്രഹമാണ്. കേട്ടോ ഡോക്ടറെ, ഇവളെന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? കളിപ്പാട്ടം പോലൊരു ഭർത്താവിനെ വേണമെന്ന്. ഏതായാലും നല്ല മനസ്സുള്ള കളിപ്പാട്ടത്തിന് തന്നെ കിട്ടി. എന്താ മോളെ? ഒന്നും വേണ്ട. എന്ത് പറ്റി? കഴിക്കാൻ തോന്നുന്നില്ല. ആ ഫ്രൂട്ട്സ് എങ്കിലും എടുത്ത് കഴിക്കും മോളെ. മോക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട. എന്തിനാ നിർബന്ധിക്കുന്നത്? അതെ. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ഇതൊരു കൊട്ടാരമാണല്ലോ മോനെ. സംശയമെന്ത്? രാജാവ് കൊട്ടാരത്തിലല്ലേ താമസിക്കേണ്ടത്? മുത്തശ്ശിയാണ് ഇവിടുത്തെ അമ്മ മഹാറാണി. മുത്തശ്ശി ഉത്തരവിട്ടാൽ രാജാവ് വേണുഗോപാൽജി യുദ്ധത്തിന് പോകും ആരുമായിട്ടും. വെൽക്കം ടു കിങ്സ് അടുക്കള. കമോൺ കമോൺ. ഇവിടെ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത് നിന്റെ വീട്ടിലുള്ളതുപോലുള്ള തല്ലിപ്പൊളി മണ്ണെണ്ണ സ്റ്റൗ അല്ല. ഇതാണ് ഗ്യാസ് സ്റ്റൗ. എന്ന് വെച്ചാൽ ഗ്യാസ് കൊണ്ട് എരിയുന്ന സ്റ്റൗ എന്നർത്ഥം. ഇത് സ്റ്റൗ, ഇത് ഗ്യാസ് കുറ്റി. ഈ ഗ്യാസ് കുറ്റി ഒരു ചെറിയ ട്യൂബ് മൂലം ഈ സ്റ്റൗവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് കത്തിക്കാൻ തീപ്പട്ടിയോ ചൂട്ടോ ഒന്നും വേണ്ട. അതിനാണ് ഗ്യാസ് ലൈറ്റർ. ഇത് കത്തിക്കുന്നതിന് മുമ്പ് ഈ കിടുതാപ്പ് ഇങ്ങോട്ട് തിരിക്കുക. എന്നിട്ട് അടുക്കള ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് കത്തിക്കുക. അടുക്കള ഭഗവതി
എന്ത് നല്ല തീ. ഹലോ, മുണച്ചോണ്ട് എങ്ങോട്ടാ? ഇതൊക്കെ പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരെ ആര് പറഞ്ഞു? ഈ വിറക് കഷ്ണമൊക്കെ അടുക്കള ഭാഗത്ത് ഇട്ടേച്ച് അകത്തോട്ട് കയറിയാ മതി. വിറക് കഷ്ണം ആ. ഇതോ? ഇത് വീടിനുള്ളിൽ വെക്കാനുള്ളതാ. ഇങ്ങനത്തെ വീടാകുമ്പോ 1-2 ഐറ്റം സോൾ ഓഫ് കേരള അവിടെ ഇവിടെ ഒക്കെ വെക്കലാണ് അതിന്റെ ഒരു സ്റ്റൈല് അല്ലേ വേണ്ടത്? ഇവനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, തലയിൽ കലയില്ല. उन्हीं मेरा दोस्त तो किधर गया? आलम्बना, हमारे उद्यान पर वो बेंच है ना, हाँ, वहाँ बैठकर फूल और पत्थर के साथ हवा काटे हैं। उस समय दोनों जंगल वेर के साथ आया था। अच्छा अच्छा अच्छा. അല്ലെ ഈ കുപ്പായപ്പോ ഇതിനു വേണ്ടി തുന്നിയതാ? കേട്ടില്ലേ ദിലീപ് കുമാറെ? കുപ്പായം ചൊറിയില്ലേ നിനക്ക് ഇതിട്ടിട്ട്? चुरचिल. ഇവന് വട്ടായി, നിനക്കും. उन्हीं मेरा दोस्त. हाँ जी, ये हमारा दरबार है. इस दरबार में आने वाला दिखो. अंदर आना मना है. ആന മനെ തന്നെ ഇരിക്കട്ടെ, നീ പോയി കുറച്ച് മണല് വെച്ചിട്ടൂടെ? അല്ല മോനെ കുട്ടപ്പ, ഇവിടെ ഇവിടെ ബാറ്, बार. ഈ സ്മോള് വെള്ളം വേണോ? ആരെന്ന്? ദാ ഈ പെയിന്റിങ്ങൾ നിന്റെ മുറിയിൽ എവിടെയെങ്കിലും വെക്കാം. ഇത് സെക്കുലാർ പോവർട്ടി, ഇത് സെക്ഷൽ പോവർട്ടി. मेरा दोस्त. हाँ जी. ഈ രണ്ട് ചിത്രങ്ങളും ഈ ദർബാർ ഹാളിന്റെ ദോണ്ടാ മൂല കൊണ്ട് കളഞ്ഞേര്. എന്റെ പെയിന്റിങ്ങൾ മൂലയിൽ കളയാൻ മാത്രം നീ വളർന്നിട്ടില്ലടാ. സ്മൈലി മെരാ ദോസ്ത്, ആഞ്ച് 2 കൊട വാങ്ങണം. എന്തിന്? ഇത് ചോരുന്ന കൊട്ടാരമല്ല. അതിനല്ല, നിനക്കൊക്കെ അർദ്ധരാത്രി പിടിക്കാൻ അൽപ്പന്മാർ. അരെ സാമ്പാർ. എന്താ? ഇവന്മാരെ രണ്ടുപേരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഡൈനിങ് റൂമിൽ കൊണ്ട് സാമ്പാറും ചോറും കൊടുത്തു വിട്ടേരെ പാവം. അപ്പൊ എന്റെ ഈ കല തേങ്ങാ കൊല ബലമെന്ന് കഴിയും. പോ പോ. വാ. എന്താ? നാഴി അവലും പൊതിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോയ കുചേലൻ തിരിച്ച് സ്വന്തം വീട്ടിന്റെ മുമ്പിൽ വന്ന് അന്തം വിട്ട് നിന്ന പോലല്ലേ ഇപ്പൊ ചിറ്റപ്പൻ നിൽക്കുന്നത്? ഇത് നമ്മുടെ വീട് തന്നെയാണ് ചിറ്റപ്പ. ധൈര്യമായിട്ട് അകത്ത് പോണം. മുത്തശ്ശി കരണകുചേലൻ വന്നിരിക്കുന്നു. എടാ അശ്രീകര, എന്റെ മോനവിടെ വേണു. എന്റെ പോക്കറ്റിലുണ്ട്, എടുത്തോണ്ട് പോണം. കുരുത്തം കേട്ടോനെ. കൺഗ്രാചുലേഷൻസ്. അല്ല, ഇപ്പം അങ്ങോട്ട് പോകേണ്ട വലിയ പ്രശ്നമോ? എങ്ങോട്ടും പോകാൻ ഒരിടം എനിക്കില്ലല്ലോ. നമുക്ക് ഉദ്യാനത്തിൽ ഓടി കളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ്. മുത്തശ്ശിയുടെ കയ്യിൽ ഈ ദോശ തിന്ന് 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 ഹോ, മുത്തശ്ശി അങ്ങ് വൈകുണ്ഠത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തോ ചെയ്യും? നിനക്ക് മുത്തശ്ശിയുടെ കൈ കൊണ്ട് ദോശ തിന്നണമെന്ന് തോന്നുമ്പം ആ. മുത്തശ്ശിന്ന് വിളിച്ചാ മതി. മുത്തശ്ശി ദോശയുമായിട്ട് നിന്റെ അടുത്ത് കാണും. അപ്പൊ അവിടുന്ന് ചുട്ടോണ്ട് വരുമോ? തണുത്തൂല്ലേ അമ്മ മഹാറാണി? വേണു, ആ ചിറ്റപ്പ വരണം, ഇരിക്കണം. കരുണ, എന്താ കണ്ടോടാ ഇതെല്ലാം. മഹാഭാഗ്യം. ഉം. ഇതൊന്നും കാണാൻ ചേട്ടില്ലാതെ പോയല്ലോ മോനെ. ആ വേണു, നമ്മുടെ ശ്രീകുമാരിയെ പയ്യന്റെ വീട്ടുകാർക്ക് നന്നായി പിടിച്ചു. നല്ല ജാതകപ്പൊരുത്തം. കാശിത്തിരി കൂടിയാലും നല്ല പയ്യനാ. നമുക്കിതങ്ങ് തീരുമാനിച്ചാലോ? തീരുമാനിച്ചോളൂ. 2 കല്യാണവും ഒരുമിച്ച് നടത്തണം, അല്ലേ മുത്തശ്ശി? അതെ. തീർന്നില്ല, ഞാൻ പറയുന്നേക്ക്. അതെ, ഞാൻ പറയുന്ന കേട്ടപ്പോ സ്ഥലവും ഇത്ര ശരി. ചേട്ടൻ പറയുന്ന കേക്കണം. ഇന്നൊന്ന് പറയാൻ പറഞ്ഞാ മതി. കേട്ടോ മീനു, ഫ്രെഡിയെങ്കിൽ വന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു കളിപ്പാട്ടം പോലെ ഒരു ഭർത്താവിനെ വേണം. അയ്യോ, ഇത് തന്നെ തരൂ. ശരിക്കും ഒരു കളിപ്പാട്ടം. കൂടെ കൂടെ തീ കൊടുത്ത് വിടണമെന്നേ ഉള്ളൂ കളിപ്പാട്ട ചേട്ടന്. അയ്യോ, കളിപ്പാട്ട ചേട്ടൻ വിളിക്കാൻ കൊള്ളാം. ഹലോ, കളിപ്പാട്ട ചേട്ടനാണോ? അതെ, താങ്കൾ ആരാണ്? ഞാൻ സരോ വില്ലയിലെ സരോ ആണ്. ഇന്ന് സരവും കൊണ്ട് രാത്രിയല്ലേ? അതെല്ലോ. എന്നാൽ അങ്ങനെ ആവട്ടെ. കിടന്നുറങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. അയ്യോ കിടന്നുറങ്ങിക്കോളാൻ
പറഞ്ഞില്ലേ അത്രേ പറ്റുള്ളൂ. അയ്യോ. ഇല്ല ഇല്ല അത്രേ പറ്റുള്ളൂ. തുടങ്ങിക്കോളൂ. ഞാൻ പാടാം. ആരിരോ സരോമോ ഹരിരോ കളിപ്പാട്ട ചേട്ടൻ ചേർത്താരിരോ.